കോട്ടയം പാസഞ്ചറായി കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പാസഞ്ചറായിട്ട് ഇവിടെ അപ്പോൾ ഇതാ ചേർന്നിരിക്കുന്ന വണ്ടി. അതിൻ്റെ AC കോച്ചൊക്കെ അടച്ചിടും, ജനറൽ ചിലത് അടച്ചിടും, പിന്നെ ഈ മറ്റേ സ്ലീപ്പർ കോച്ച് മാത്രമായിരിക്കും തുറന്നിടുക. ഇന്നിപ്പം നമ്മൾ ഈ സൈഡിൽ ഇരിക്കുക. രാത്രിയിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ക്യാപ്ചർ ചെയ്യാനില്ലല്ലോ. ലൈറ്റ് നമ്മുടെ ഇത് ഈ വണ്ടിക്ക് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. ഇനി ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. പ്രൈമറി മെയിൻ്റനൻസ് മാത്രമേ ഈ വണ്ടിക്ക് ഉള്ളൂ. ഉള്ള അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. വരുന്ന നമ്മുടെ ജൻശതാബ്ദിയാണ്, ലേറ്റായി വരുന്ന ജൻശതാബ്ദി. ഇപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇൻ്റർസിറ്റിയാണ്. ഇന്ന് എല്ലാ വണ്ടിയും ലേറ്റായിരുന്നു. ഇത് നമ്മുടെ എറണാകുളത്തുനിന്ന് വന്ന് എറണാകുളം വരെ വന്ന പാസഞ്ചറാണ്. ഇപ്പോൾ അതിനി വൈകുന്നേരം ഇവിടെ നിന്ന് കായംകുളം പാസഞ്ചറായിട്ട് പോകും. അപ്പോൾ ഇപ്പം ഇത് തൊട്ടപ്പുറത്ത് കോട്ടയം വഴി കൊല്ലത്തേക്ക് പോകുന്ന മെമു ഉണ്ട്. ഒടുക്കത്തെ തിരക്കാണ് വണ്ടിയിൽ. വണ്ടികളൊക്കെ അത്യാവശ്യം ലേറ്റാണ്. എന്താണ് കാരണം എന്നറിയില്ല. ജനശതാബ്ദി ഇതാ വരുന്നുണ്ട്. ജനശതാബ്ദി ഇത് അവിടെ നിന്ന് കയറി വരുവാണ്. ജനശതാബ്ദി ലേറ്റാണ്, കാരണം ജനശതാബ്ദിയിലേക്ക് അറിയുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ. കോഴിക്കോട് ആ കെട്ടിടം വീണിട്ട് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജനശതാബ്ദി റീഷെഡ്യൂളാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ജനശതാബ്ദി കയറി വരുന്നത്. ഇത് നമ്മുടെ മെമു ആണ് ഹോൺ അടിച്ചത്. പിന്നെ കൊല്ലത്തേക്ക് കോട്ടയം വഴി കൊല്ലത്തേക്ക് പോകുന്ന മെമ്മുൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയാണ് വരുന്നത്, കയറി വരുന്നത് കണ്ടോ. അപ്പുറത്തെ രാജധാനി കയറി വരുന്നു പറയുന്നുണ്ടോ. ഒന്നാം നമ്പറിൽ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പാസഞ്ചറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലോക്കോ ഇതുവരെ വന്നിട്ടില്ല. പാസഞ്ചർ ജൻശതാബ്ദി ഇതാ കയറി വരുന്നത്. ഇന്നലെയും ഇതുപോലെ ജൻശതാബ്ദി ലേറ്റായിരുന്നു. ഇന്നലെ പിന്നെ ബിൽഡിങ് വീണ കാരണം കൊണ്ട് ലേറ്റായിരുന്നു. ഇന്നും അതിൻ്റെ പണികൾ നടക്കുന്നതുകൊണ്ട് വണ്ടികൾ ലേറ്റാണ്. പക്ഷേ ഈ റൂട്ടിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇൻ്റർസിറ്റി വന്നതും ലേറ്റായിട്ട് തന്നെയാണ്. എന്താണ് കാരണം എന്നറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജൻശതാബ്ദി കയറേണ്ട ഒരു തിരക്കുണ്ടോ. എൻ്റെ പൊന്നെ, ജൻശതാബ്ദിയിൽ തിരക്ക് കണ്ടോ. അത്രയേ ഉള്ളൂ.